വിശാലമായ പഠനം, നമ്മൾ സബ്ജക്ട് വൈസിലായിരിക്കും നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് ആ നിലവാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം അനുസരിച്ച് രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ തലമുറയിൽ തന്നെ അത് നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥകളെ കുറിച്ച് നമ്മൾ ഒരു വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസിന്റെ ഭാഗം ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസിന്റെ ഭാഗം കൂടിയാണ് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ, വേൾഡ് പൊളിറ്റിക്സ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടെ വിശദീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും വളരെ ഈ കാലഘട്ടത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ടത്, ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ബൈബിൾ സംബന്ധമായി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപ് വന്നതിന്റെ പുറകില് എലോൺ മസ്കിന്റെ കൂടെ ഒരു കൈയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അതിനൊരു വലിയ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. എലോൺ മസ്കും ട്രംപും കൂടി വളരെ ഒരു അഭിപ്രായത്തിൽ കടന്നു വരികയും ആ എതിരഭിപ്രായത്തിന്റെ പേരിൽ മസ്ക് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളോടൊന്നല്ല പൊതുവെ പറയുവാനുള്ളത്, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം അത് ലോകത്തിലെ തന്നെ സകല മനുഷ്യരും വായിക്കുകയും അറിയുകയും അതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തെ കുറിച്ച് എടുത്തു പറയാനൊക്കെ ഇടയായിട്ട് വന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന്റെ ഭാവിയെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വർഗവർണ്ണ വ്യത്യാസമില്ലാതെ തന്നെ വിശുദ്ധ ബൈബിൾ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഗ്രന്ഥം കൂടെയാണ്. നമ്മുടെ ക്രൈസ്തവ പ്രഭാഷകരൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ, അത് ലോകത്തിന്റെ തന്നെ ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. ഏതെങ്കിലും അബദ്ധധാരണകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടുകയൊക്കെ വേണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. ഇന്ന് നമ്മുടെ പഠന ഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ലേവ്യ പുസ്തകം വരെ പറഞ്ഞു നിർത്തി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് 7 ഉത്സവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത്. അങ്ങനെയാണോ അതിന്റെ കാര്യങ്ങൾ? ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാവോ? ആണ്, ഉത്സവങ്ങളാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 7 ഉത്സവങ്ങളെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. 7 ഉത്സവങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. 7 ഉത്സവങ്ങളെ കുറിച്ച് പറയാനുള്ള കാരണം നമ്മുടെ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്. അത്ര വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊരു പൊതുധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പഞ്ചഗ്രന്ഥങ്ങളിലെ തന്നെ മറ്റു 2 പുസ്തകങ്ങൾ കൂടെ ഉണ്ട്, സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും. അപ്പോൾ നമ്മളതിനെ ഒരു അവലോകനം പോലെ പറഞ്ഞിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്കതിന് ലഭിച്ചില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിശദീകരണം നമുക്ക് ഇപ്പോഴും അതിനകത്ത് എടുക്കാൻ നമുക്ക് സാധ്യമല്ല. സമയത്തിന്റെ ലഭ്യത കുറവുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സംഖ്യാപുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം യോർദാൻ കടക്കുന്നതിന് മുൻപ് തന്നെ 2 തവണ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുപ്പുകൾ നടത്തി എന്നുള്ളതാണ്. അവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ 2 തവണ അവർ അവസരങ്ങൾ ഉപയോഗിച്ചു. അതൊന്ന് സീനായിൽ വെച്ചിട്ടും മറ്റൊന്ന് മോവാബിലും വെച്ചാണ് അവരത് അവരുടെ സംഖ്യ കണക്കെടുപ്പൊക്കെ എടുക്കുവാൻ ഇടയായി തീർന്നത്. അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനതയെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച്, ദൈവം അവർക്ക് കൊടുത്ത പ്രിൻസിപ്പിൾ അനുസരിച്ച്, തത്വങ്ങൾ അനുസരിച്ച് അവരുടെ ജീവിതം വളരെ ലോകത്തിൽ തന്നെ എല്ലാ മനുഷ്യരെക്കാട്ടിലും ഏറ്റവും മൂല്യമുള്ളതായിരിക്കണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും, ധാർമ്മികമായ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ മറ്റ് ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റ് ഏത് ഇടപെടലുകളിലൊക്കെ ആണെങ്കിലും
അവർ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് അവരുടെ ന്യായപ്രമാണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10 കൽപ്പനകൾ അടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 618 കൽപ്പനകൾ ഉൾപ്പെടുന്ന ആ ന്യായപ്രമാണം പരിശോധിച്ചാൽ അവര് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ദൈവത്തോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ന്യായപ്രമാണ പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ തോറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അവരുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്ര വിശേഷത ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ, അവരുടെ ജീവിതചര്യകളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം അബ്രഹാം മുഖാന്തരം വാഗ്ദത്തം കൊടുത്തതായിരുന്നു കനാൻ ദേശം. ഈ കനാൻ ദേശത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മളത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട 6 ലക്ഷത്തിൽ അധികം വരുന്ന 6 ലക്ഷം എന്ന് പറയുമ്പോൾ അവരുടെ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി അവരുടെ ഭവനത്തിലുള്ള എല്ലാവരുടെയും കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 25-30 ലക്ഷം വരുന്ന ആളുകൾ. ഈ ആളുകളിൽ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചത് അവിടെ നിന്ന് പുറപ്പെട്ടതിൽ 2 വ്യക്തികൾ മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 25-30 ലക്ഷം വരുന്ന ആളുകളിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും, ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യക്തികൾ ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പിന്നെ മരുഭൂമിയിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 2 വ്യക്തികളും പിന്നീട് മരുഭൂമിയിൽ വെച്ച് ജനിച്ച ഒരു പുതിയ തലമുറയുമാണ് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് പിന്നെ നമുക്ക് മുന്നോട്ടുള്ളത്. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനോടുകൂടെ തന്നെ അവർക്ക് യുദ്ധങ്ങളിലേക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി യുദ്ധങ്ങൾ അവർക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി രാജാക്കന്മാരെ അവർക്ക് കീഴ്പ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചരിത്രം, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അവരെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഈ സംഖ്യാപുസ്തകത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. അതിനകത്ത് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള പ്രമാണങ്ങളെ കുറിച്ച് അവരെങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആ ആത്മീകമായിട്ടുള്ള നിലവാരം നിലനിർത്തിക്കൊണ്ട് അവരെങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംഖ്യാപുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം, ആ പ്രയാണത്തിൽ 40 വർഷം അവർക്ക് ഈ മരുഭൂമിയിൽ തന്നെ ചുറ്റിത്തിരിയേണ്ടി വന്നു. ഞാനൊരു ഫോട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാമുവൽ അത് പ്രദർശിപ്പിക്കുമെന്ന്. ഓക്കെ, താങ്ക് യു സാമുവൽ. നമ്മൾ ഈ ചിത്രം നമ്മൾ പരിശോധിച്ച് നമ്മൾ ഒരു പഴയ ക്ലാസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു ചിത്രമാണ്, ഒരു മാപ്പാണിത്. ഇസ്രായേൽ ജനത കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ അവർക്ക് വിഭാഗിച്ചു കൊടുത്ത ആ ഒരു സ്ഥലത്തെക്കുറിച്ച്, അവരുടെ ആ ഒരു ബൗണ്ടറിയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതിനകത്ത്. ഓക്കെ, ആ മാപ്പ് വളരെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠന വേളകളിലൊക്കെ പഠിച്ചവരുടെ കയ്യിലൊക്കെ ഈ മാപ്പ് കാണും, ഓരോ കോപ്പി കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് ഇസ്രായേൽ ജനതയ്ക്ക് പങ്കിട്ട് കൊടുത്ത സ്ഥലത്തെക്കുറിച്ചും അബ്രഹാം പ്രയാണം ചെയ്ത സ്ഥലത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ആ മാപ്പ് തന്നെയായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ജനത, ഓക്കെ, ഞാനത് പറയുമ്പം ഒന്നുകൂടെ എടുത്തു കാണിച്ചാൽ മതി സാമുവൽ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. അത് പിൻവലിക്കാം. ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്കത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ, അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു നാടായിരുന്നു കനാൻ ദേശം എന്ന് പറയുന്നത്. അതൊരിക്കലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമായിരുന്നില്ല. അവിടെ ഒത്തിരി ജനവിഭാഗങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ അവരെ അവിടുന്ന് നീക്കിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ജനതയോട് അവിടെ താമസിക്കുവാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നിശ്ചയമായിട്ട് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടാകാം എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ യുദ്ധം, അതുപോലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി വിവാദങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ബൈബിളിനെ സംബന്ധിച്ച് അതിന്റെ പുരാതന കാലം മുതലുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും 2000 യേശുക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം വിഭാഗിച്ചു കൊടുത്ത, അല്ലെങ്കിൽ മാറ്റി നിർത്തിയ ഒരു ഭൂവിഭാഗമായിരുന്നു പാലസ്തീനിയ, അല്ലെങ്കിൽ ഈ ഒരു കനാൻ ദേശം എന്നൊക്കെ പറയുന്നത്.
അത്രയും പഴക്കമുണ്ട്. ഇന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ട് ആ ഒരു ഭൂപ്രദേശത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദത്തം, ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്തം കൊടുത്ത ആ ഭൂപ്രദേശത്തെ കുറിച്ച്. പക്ഷെ അങ്ങോട്ട് എത്താൻ അവര് 40 വർഷത്തെ ഒരു സമയം അവർക്ക് വേണ്ടി വന്നു. അവിടുത്തെ ആ ഭൂപ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവര് മിസ്രൈമിൽ നിന്ന് ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു എങ്കിലും അവർക്ക് ഇവിടേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഏകദേശം 400 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആ ഭൗമപശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവർക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ 400 കിലോമീറ്റർ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് അതുവഴി പോകാൻ സാധിക്കാഞ്ഞതിന്റെ കാര്യം അവിടെ ഏദോമ്യരും അതുപോലെ തന്നെ അമ്മോന്യരൊക്കെ ആ ഭാഗത്ത് ജീവിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് അവരുടെ നാട്ടിലൂടെ, അവരുടെ ദേശത്തുകൂടെ കനാൻ നാട്ടിലേക്ക് ഇവർക്ക് പോകുവാനുള്ള ഒരു പെർമിഷൻ മോശെ മുഖാന്തരം ദൂതന്മാരെ അയച്ചു ചോദിച്ചപ്പോ അവർ അനുവാദം കൊടുത്തില്ല. ആ ഒരു പ്രതിസന്ധി നിൽക്കുന്നത് കൊണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രതിസന്ധി അവർക്ക് നിൽക്കുന്നതുകൊണ്ടായിരുന്നു അവർക്ക് 40 വർഷം ഈ മരുഭൂമി വഴി ചെങ്കടലൊക്കെ കടന്ന് അവർക്ക് ചുറ്റി സഞ്ചരിച്ചു കടന്നു വരേണ്ടി വന്നു. 40 വർഷത്തെ പ്രയാണം ചെയ്യേണ്ടി വന്നത്. അതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ജനതയെ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ആത്മീകമായിട്ടുള്ള പാപ്പരത്വം, അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതിന് വലിയ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇത്രയും ആ ഒരു ജനത കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ 40 വർഷത്തെ ആ ഒരു ദൈർഘ്യം വന്നതിന്റെ പുറകില് ദൈവിക ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ കൂടെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കർത്താവ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ദൈവം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് കൂടെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സംഖ്യാപുസ്തകത്തിലെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ എണ്ണം തിട്ടപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ പറഞ്ഞു വന്നത്. അവരുടെ ധാർമ്മികമായിട്ടുള്ള നിലവാരം, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവരുടെ മറ്റു പശ്ചാത്തലങ്ങളെ കുറിച്ച് കൂടെ ഒന്ന് തൊടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ യാത്രയുടെ ശൈലികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് സമാഗമന കൂടാരത്തെ കുറിച്ചും അതുപോലെയുള്ള സംഭവങ്ങളെ കുറിച്ച് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ദൈവത്തിന്റെ മേഘം ആ കൂടാരത്തിന്റെ മുകളിൽ നിന്ന് പൊങ്ങുകയും ആ പൊങ്ങുന്ന സമയത്ത് അവർക്ക് അവിടുന്ന് യാത്ര തുടരാനുള്ള ഒരു അനുവാദം കൊടുക്കുകയും അല്ലെങ്കിൽ അതൊരു അടയാളമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം നിങ്ങളൊന്ന് വിലയിരുത്തി വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിടയിൽ അവർക്കുണ്ടായിട്ടുള്ള ജീവിതത്തിൽ വന്നിട്ടുള്ള മറ്റ് പ്രതിസന്ധികളൊക്കെ അതൊക്കെ നമ്മൾ സാധാരണ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സംഖ്യാപുസ്തകത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇസ്രായേൽ ജനത മരുഭൂമിയിലായിരുന്ന 40 വർഷത്തെ അവരുടെ പ്രയാണത്തെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയാണ് സംഖ്യാപുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. അടുത്ത് നമുക്ക് ആവർത്തന പുസ്തകമാണ്. ആവർത്തന പുസ്തകത്തില് നമുക്കറിയാം ഇസ്രായേൽ ജനത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മരുഭൂമിയിൽ അവർ കടന്നതിന് ശേഷം ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു ജനറേഷൻ മരുഭൂമിയിൽ വെച്ച് പട്ടുപോവുക, അല്ലെങ്കിൽ ദൈവം അവരെ ആ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കില്ല എന്ന് അവരുടെ ജീവിത ശൈലികൾ കണ്ട് ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് അവരെ അങ്ങനെ വിലക്കിയതാ. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ നിന്ന് പ്രവേശിക്കുന്നത് അവിടെ ജനിച്ച പുതിയ തലമുറയാണ്. ഈ പുതിയ തലമുറയ്ക്ക് ന്യായപ്രമാണത്തെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഈ യാത്രയില് ഇവര് ദൈവത്തോടുള്ള അടുപ്പം വളരെ കുറഞ്ഞു പോവുകയും അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ജനിച്ചു വന്ന ജനറേഷന് കാര്യമായിട്ട് ന്യായപ്രമാണത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ കുറിച്ചോ കാര്യമായിട്ടുള്ള അറിവുകൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ വീണ്ടും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ന്യായപ്രമാണം ആവർത്തിച്ച് അവരോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനകത്തും അവരുടെ ആത്മീകമായിട്ടുള്ള മൂല്യച്യുതിയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഈ നിയമ പുസ്തകത്തെക്കുറിച്ച്, നിയമങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആവർത്തന പുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതില് മോശയുടെ 8 പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങൾ വഴിയാണ് അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആവർത്തന പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പൊതുധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് 2-ാം നിയമം എന്നാണ് വേദപണ്ഡിതന്മാരൊക്കെ അതിനെ ഒരു അപരനാമം കൊടുക്കുന്നതൊക്കെ. ആവർത്തന പുസ്തകത്തിന് നിയമാവർത്തനം എന്നുള്ള പേര് അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ ഈ പുസ്തകത്തിന് 2-ാം നിയമ പുസ്തകം എന്നുകൂടെ ഇതിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു നിയമ ആവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അതിന്റെ ഒരു പേര് വരുന്നത്. ഓക്കെ, എനിക്ക് മെയിൻ ആയിട്ട് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചഗ്രന്ഥങ്ങളുടെ ആ ഒരു പോർഷൻ ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വിശദമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് അത് സെപ്പറേറ്റ് എടുത്തിട്ടുള്ള പഠനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അതിനകത്തുള്ള മറ്റു പല വിഷയങ്ങളും. ഓക്കെ, അപ്പം നമ്മള് ചരിത്ര പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ചരിത്ര പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം യോശുവയുടെ പുസ്തകമാണ് അതിന്റെ തുടക്കം. ചരിത്ര പുസ്തകമായിട്ട് നമുക്ക് എത്ര പരിഗണിക്കാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളില്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? പഴയ നിയമത്തിൽ എത്ര ചരിത്ര പുസ്തകങ്ങളുണ്ടെന്ന് പറയാവോ? പന്ത്രണ്ടെണ്ണം. 12 ചരിത്ര പുസ്തകങ്ങളുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ 12 ചരിത്ര പുസ്തകങ്ങളിലൂടെ നമുക്കൊരു ഒരു ഒരു മാർച്ച് നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരു കുറച്ച് ടഫാണ്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലൂടെ നമുക്ക് ഒന്ന് കുറച്ച്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തെ കൂടെ വിവേചിച്ചുകൊണ്ട് നമുക്ക് പോകേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. പക്ഷെ അത്രയും നമുക്ക് വായിച്ച് സമയം കളയാൻ ഇപ്പൊ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം അപ്പൊ ഓക്കെ, നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ ഒരു അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം നമുക്ക് കൂടുതൽ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിവാദ വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തില് ഒരു വിവാദ വിഷയമാണ് ഇത് ഇസ്രായേൽ ജനതയുടെ ആണോ അതോ മറ്റേതെങ്കിലും ജനതയുടെ ആണോ എന്നുള്ള ആ ഒരു വിവാദ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് വളരെ പുറത്തുവിടുന്ന സംഭവങ്ങളാണ്. പക്ഷെ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് യേശുക്രിസ്തുവിന് മുൻപ് 1500 വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ എഴുതാൻ തുടങ്ങിയതാണ്. ബൈബിൾ എഴുതാൻ തുടങ്ങിയതിന്റെ കാലദൈർഘ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടോട്ടൽ 1600 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത്. അതിലെ 1500 വർഷങ്ങൾ പഴയ നിയമങ്ങൾ എഴുതാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും കാലദൈർഘ്യം അതുണ്ട്. അതായത് മോശയുടെ കാലം മുതൽ വിശുദ്ധ ബൈബിൾ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പൊ നമ്മള് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനൊരു വിവാദ വിഷയങ്ങളിലൂടെ ലോകം കടന്നു പോവുകയാണ്. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ലോകത്തിലെ മുഴുവനും ചർച്ചകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് യുദ്ധം നടന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ. അപ്പോ ഈ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുന്നത് ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപാണ് അബ്രഹാമിന് വാഗ്ദത്തം ലഭിക്കുന്നത്. മെസപ്പൊട്ടോമിയ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അത് പഠിച്ചു. മെസപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ള ഒരു കൽപ്പന ദൈവത്തിൽ നിന്ന് വരുമ്പം അബ്രഹാമിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഏതൊക്കെ സ്ഥലങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെന്ന്. പക്ഷെ ദൈവം നിശ്ചയിച്ച സ്ഥലം ഇതായിരുന്നു എന്ന് പലപ്പോഴും അബ്രഹാമിനോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹിസ്റ്ററി നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആവർത്തന പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമുക്കതിന്റെ കുറച്ച് ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള ഭാഗം 2-3 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കണം. ആരെങ്കിലും അവിടെ നിന്ന് ഭംഗിയായിട്ട് വായിക്കാൻ പറ്റുമോ? ഭാഗത്തുനിന്ന് നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം.
നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതണം. നോക്കുക, ഇത് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ യാത്രാ മധ്യത്തിൽ അവർക്ക് കൊടുത്ത ഒരു കൽപ്പനയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് ആ ചാപ്റ്റർ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ മുഴുവനും നമ്മൾ അത് വായിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം ഇസ്രായേൽ ജനതയോട് ദൈവം പറയുന്ന സമയത്ത് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൂടെ നമുക്ക് പരിശോധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4000 വർഷത്തെ പഴക്കം ഈ ഭൂപ്രദേശവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പഴക്കം നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നതോടുകൂടെ ദൈവം അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ ആ വാഗ്ദത്ത ഭൂമി, അതിന്റെ വിശാലത, അതിന്റെ അതിരുകൾ, അതിന്റെ ബൗണ്ടറി എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചെറിയ തോതിലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിന്റെ 12-ാം അധ്യായം ഒന്ന് മുതലുള്ള ചില ഭാഗങ്ങൾ കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. നമ്മൾ ആവർത്തന പുസ്തകം 27-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 27-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ച്, നേരത്തെ ആരായിരുന്നു വായിച്ചത്? എനിക്ക് തോന്നുന്നു മിനി സിസ്റ്റർ വായിച്ചു. അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച്. 6-ാമത്തെ വാക്യം കൂടെ. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. നോക്കുക, ഇവിടെ ഞാൻ വളരെ ഷോർട്ടായിട്ട് വായിച്ചത് ചെറിയ തോതിലുള്ള ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് വായിച്ച് അതൊന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ആവർത്തന പുസ്തകത്തിൽ നിന്ന് 27-ാം അധ്യായത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം കൂടെ ചേർത്ത് നമ്മൾ വായിച്ചത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ സൈഡ്, അല്ലെങ്കിൽ ദൈവം വന്ന് കൊടുത്ത ആ സമയത്തെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രഹാമിന്റെ ജനനവും ജീവിതവും ഒക്കെ ഏകദേശം BC 2000-ഓട് ചേർന്ന കാലഘട്ടങ്ങളിലായിരുന്നു. അതായത് യേശുക്രിസ്തുവിനെ മുൻപ് 2000 വർഷം. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലശേഷം യേശുക്രിസ്തുവിന്റെ അവിടുന്ന് ഇങ്ങോട്ട്, അഥവാ AD നമ്മൾ ലോകം പ്രവേശിച്ചപ്പോൾ 2000 വർഷം പിന്നെയും പിന്നിട്ടിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അബ്രഹാമിന്റെ കാലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4000 വർഷത്തെ ചരിത്രമാണ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ലോകത്തില് ഇന്ന് ഇസ്രായേല്, അറബ് രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം, ഇതുപോലുള്ള യുദ്ധ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടെയാണ്. ഇതൊരു പൊതുധാരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ ആ ഒരു നിലവാരം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പുറകിലുള്ള ഈ യുദ്ധത്തിനുള്ള കാരണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്കുക, ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട്, നമ്മൾ അതിന്റെ വക്താക്കളും ദൃക്സാക്ഷികളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നത് മുസ്ലിം സമുദായമാണ്. ഞാനിവിടെ രാഷ്ട്രീയം മറ്റു രീതിയിൽ പറയുകയല്ല, ബൈബിളിന്റെ ഒരു പശ്ചാത്തലത്തിലൂടെ മാത്രം അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം 600 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ 500-600 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. അതായത് ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് ജനിക്കുന്നത് 600 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നോക്കുക, ബൈബിൾ എഴുതപ്പെടാൻ തുടങ്ങിയത് മോശയുടെ കാലം മുതലാണ്. അതായത് ക്രിസ്തുവിനെ 1500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ഭൂവിഭാഗം അവർക്ക് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്നത് അതിനേക്കാൾ 400 വർഷങ്ങൾക്ക് മുൻപാണ്. അഥവാ 400 അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹാമിന് അത് വാഗ്ദാനം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു, ഈ ഭൂപ്രദേശത്തെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നു, യുദ്ധം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് അതിന് ആൻസർ അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മള് യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം
അവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്ത, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തു കൊടുത്ത ആ കനാൻ ദേശം അവരുടെ പിൻഗാമിയായിരിക്കുന്ന തലമുറയ്ക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് അബ്രഹാമിനോട് പറഞ്ഞു, അതിനുശേഷം ഇസഹാക്കിനോട് അത് ഉറപ്പിച്ചു കൊടുത്തു, യാക്കോബിനോട് അത് ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് 12 ഗോത്രങ്ങൾക്ക് അത് വിഭാഗിച്ചു കൊടുക്കുന്നത്. അപ്പൊ യോശുവയുടെ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഈ കനാൻ ദേശം അവരുടെ ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിന്റെ വക്താക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മളത് വളരെ അധികം ശ്രദ്ധിക്കണം. ഒരു പുരാതന ഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. 4000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്ത ഒരു ഭൂമിയാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവർക്ക് ദൈവം അനുവദിച്ചു കൊടുത്ത ആ ഒരു ദേശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ വായിച്ചല്ലോ. അപ്പൊ വിഭാഗിച്ചു കൊടുത്ത ആ ഒരു ഭാഗത്തെ കുറിച്ച് ദൈവം മോശെ മുഖാന്തരം അത് യോശുവയ്ക്ക് കൈമാറി, യോശുവ അത് അവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശമൂവേല് നമ്മുടെ ആ ചിത്രം ഒന്നും കൂടെ ഒന്ന് പ്രദർശിപ്പിക്കും. ഓക്കെ, ഈ ചിത്രം എല്ലാവർക്കും അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അത് സൂം ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ശമൂലെ? അത് സാറേ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെ കിട്ടുള്ളൂ അല്ലെ? സ്ക്രീനിൽ ഫുൾ ആയിട്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓക്കെ. ഇനി ക്ലിയർ ആവാത്ത ആളുകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജുകളില് 12 ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേര് ലിസ്റ്റ് ഇതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം പകുത്തു കൊടുത്ത, യോശുവ മുഖാന്തരം അവർക്ക് വിഭാഗിച്ചു കൊടുത്ത ആ സ്ഥലങ്ങളെ കുറിച്ചാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 12 ഗോത്രങ്ങൾ, രൂബൻ, ശിമയോൻ, അങ്ങനെ തുടങ്ങി 12 ഗോത്രങ്ങൾക്ക് ദൈവം ആ ഭൂപ്രദേശം അവിടെ വളരെ കൃത്യമായിട്ട് വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബൈബിളിൽ ഏറ്റവും പുറകിലുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ മൊബൈലിനകത്ത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ബൈബിളിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് പ്രതികരിക്കാവോ? എന്താ ചോദിച്ചു കേട്ടില്ല, എനിക്ക് നെറ്റ് കട്ടായിരിക്കുമായിരുന്നു. നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും പുറകിലെ ഭാഗത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന പാലസ്തീൻ പടാണോ? ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന പാലസ്തീന്റെ ചിത്രം, ഭൂപടം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എടുത്തല്ലോ. ഏതാണ് എടുക്കേണ്ടത്? നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും പുറകിലത്തെ ഭാഗത്ത് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പാലസ്തീൻ നാടാണോ വേണ്ട എടുക്കണ്ടേ? ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന പാലസ്തീന്റെ നാട്. പുതിയ നിയമകാലത്തെ കണ്ടു. അതിന്റെ ഏറ്റവും ടോപ്പില് 12 ഗോത്രങ്ങൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചതുരക്കള്ളിക്കകത്ത്. രൂബൻ, ശിമയോൻ ഉണ്ട്, യഹൂദ, സെബൂലൂൻ, ഇസ്സാഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എഫ്രയീം, മനശ്ശെ, ബെന്യാമീൻ. ഈ 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. അതെ, ഓക്കെ. അപ്പോൾ ഈ ഇസ്രായേൽ ജനത
ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് നമ്മൾ ഈ കാണുന്നത്, ഇതിന്റെ സൈഡിൽ കാണുന്നത്. അതെ അതെ, ഇതുണ്ട്, ബൈബിളിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ 12 ഗോത്രങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ള ഭാഗം, ആ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഭാഗമാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്, മെഡിറ്ററേനിയൻ മധ്യധരണിയാഴി കടൽ എന്ന് പറയുന്നത്. ആ സമുദ്രം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സമുദ്രത്തിന്റെ അതിനകത്ത്, സമുദ്രത്തിന്റെ അവിടുന്ന് വലത്തെ ഭാഗത്തുള്ള ഭൂപ്രദേശം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. കാണാം. എല്ലാവരുടെ ബൈബിളിൽ അത് ഉണ്ടോന്ന് അറിയില്ല, ആരും പ്രതികരിക്കണ കേൾക്കാനില്ല. അവരുടെ കയ്യില് ബൈബിൾ ഇല്ലാഞ്ഞിട്ടാണോ? മാപ്പിലേക്ക്, നമ്മുടെ മൊബൈലിൽ കാണുന്ന മാപ്പിലേക്ക് നോക്കുക. അപ്പം ആ ഭൂപ്രദേശത്തിന്റെ ഏകദേശം നടുവിലൂടെ ഒരു വര ഇങ്ങനെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വരയാണ് ഈ വാഗ്ദത്ത ദേശത്തിനകത്തുള്ള യോർദാൻ നദി എന്ന് പറയുന്ന ആ ഒരു നദിയാണ്. ഞാനത് ഏകദേശം അതിന്റെ ഒരു ചിത്രം വരച്ചു വെച്ചു നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഓക്കെ, ഈ യോർദാൻ നദിയുടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് ഒരു പോർഷൻ കാണുന്നത്, അതാണ് ഗലീലി കടൽ എന്ന് പറയുന്നത്, കിന്നരോത്ത് എന്നൊക്കെ പറയുന്നത്. കണ്ടു. ഓക്കെ, നമ്മുടെ പുതിയ നിയമത്തില് നമ്മൾ കാണുന്ന ഗലീല കടല് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഒരു തടാകമാണ് ശരിക്കും. അവിടുന്ന് നേരെ താഴെ, നേരെ അവിടെ നിന്നാണ് യോർദാൻ നദി പുറപ്പെടുന്നത്. ആ യോർദാൻ നദി നേരെ വന്ന് ചാവുകടല്, അതായത് ഏകദേശം ഒരു കാൽപ്പത്തിയുടെ ആകൃതിയിലുള്ള ഒരു ഭാഗം താഴെ ഭാഗത്ത് കാണും ഈ മാപ്പിന്റെ പോലെ. അതാണ് ചാവുകടൽ എന്ന് പറയുന്നത്. ഈ ചാവുകടൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകത നമുക്കറിയാമോ? ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവർ ഒന്ന് പറയണേ. ചാവുകടലാണോ ഉപ്പുകടലാണോ? ചാവുകടൽ അല്ലല്ലോ, ആണോ? എന്താണ് ഉപ്പുകടൽ? ഉപ്പുകടൽ എന്ന് വേണേ പറയാം, പക്ഷെ ഉപ്പുകടൽ എന്ന് പറയാനുള്ള കാരണം ഉണ്ട് അതിന്. ബൈബിളിൽ ഉപ്പുകടൽ എന്നാ കൊടുത്തിരിക്കണേ, ഉപ്പുകടൽ. അതെ അതെ, ചാവുകടലിന് കൂടെ ഒരു പേരുണ്ട്. ആ പേര് വരാനുള്ള കാരണം അത് പൊങ്ങി എന്ത് വന്നാലും ജീവജാലങ്ങൾ ഉണ്ടാവില്ല. അതിന് കാരണമുണ്ട്. ബൈബിളിനകത്ത് അതിനൊരു കാരണം പറയുന്നുണ്ട്. അതിന്റെ കാരണം അറിയാവോ? ഹീലിംഗ് അല്ലേ, അസുഖങ്ങളൊക്കെ ഹീലാവില്ലേ? ഏതാ? അതെ, അതിന് ഹീലിംഗ് പവർ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഹീലിംഗ് പവർ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതിനൊരു ചരിത്ര പശ്ചാത്തലം ബൈബിളിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ചാവുകടൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉപ്പുകടൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷനില് എന്തുകൊണ്ട് ജീവജാലങ്ങൾ അങ്ങോട്ട് അതിനകത്ത് ജീവിക്കുന്നില്ല എന്നുള്ളതിന് ഒരു പ്രത്യേക കാരണം ബൈബിളിനകത്ത് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അത് കാണാൻ സാധിക്കും. മോശയുടെ അല്ല, അബ്രഹാമും ലോത്തും കൂടെ പിരിഞ്ഞതിന് ശേഷം ലോത്ത് സോദോം ഗൊമോറയ്ക്ക് പോകുന്നുണ്ട്. ആ സോദോം ഗൊമോറയ്ക്ക് ചെന്നതിന് ശേഷം അവിടെ സംഭവിച്ച ഒരു സംഭവം, അഥവാ സോദോം ഗൊമോറയിലുള്ള ജനവിഭാഗം വളരെ ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ട് മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന ഒരു പ്രദേശവാസികളായിരുന്നു അവർ. അവരുടെ ആ ജീവിതത്തിന്റെ മൂല്യച്യുതി കണ്ട് ദൈവം വളരെ കോപിച്ചു. പക്ഷെ അതിനകത്തായിരുന്നു ലോത്തും കുടുംബമൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ദേശത്തെ നശിപ്പിച്ചത് ദൈവം ആകാശത്തു നിന്ന് തീയും ഗന്ധകവും ഇറക്കിക്കൊണ്ടായിരുന്നു. അതിന്റെ എല്ലാ വേസ്റ്റും കൂടെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചാവുകടൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ജീവജാലങ്ങളോ പ്രാണികളോ ഒന്നും ജീവനുള്ളതോ ഒന്നും അതിനകത്തേക്ക് പോകാൻ പറ്റാത്തത്. ലവണങ്ങള്. പക്ഷെ ഏറ്റവും വില മതിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിന്ന്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് അത് നിൽക്കുന്നത്. അതിനകത്ത് ഒത്തിരി സംഭവങ്ങളൊക്കെ, മാഗ്നീഷ്യം പോലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് കിട്ടാനുണ്ട്. അപ്പൊ ബ്രദറെ, ഒരു മിനിറ്റ്, അത് എനിക്ക് വ്യക്തമായില്ല. എന്താണ് അവരുടെ മൂല്യച്യുതി കണ്ടിട്ട് ദൈവം കോപിച്ചു, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിന്റെ ചരിത്രം പറയുന്നില്ലേ? ലോത്തിന്റെ ചരിത്രം പറയുന്നത് ഈ ഒരു സംഭവമാണ്. മനസ്സിലായോ? അവിടെ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് നിന്ന ഹിസ്റ്ററി നമുക്കറിയാം. അറിയാം. ഈ സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തു. അത് അബ്രഹാമിനെ അറിയിച്ചു. അബ്രഹാം ലോത്തിനെ അറിയിച്ചു, ദൂതന്മാർ വഴി ലോത്തിനെ അറിയിച്ചു. ലോത്ത് എന്നോട് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു.
അല്ലെ? അബ്രഹാം ഇടിവിൽ നിൽക്കുന്നുണ്ട്. ആ ചരിത്രമൊക്കെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നതാ. ഓക്കെ, അങ്ങനെ നശിപ്പിച്ച ഒരു ഭാഗമാണ് ഈ ചാവുകടൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നിങ്ങള് ഞാൻ അത്രയും പറയാനുള്ള കാരണം ഈ ഒരു ഭൂപ്രദേശത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യോർദാൻ മനസ്സിലായല്ലോ, ഗലീലി കടലിനും ചാവുകടലിനും ഗലീലി കടലിൽ നിന്ന് പുറപ്പെട്ട് ചാവുകടൽ ഉപ്പുകടലിൽ ചെന്ന് ചേരുന്ന ആ ഒരു നദിയാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ യോർദാൻ നദിയുടെ ഒരു സൈഡ്, അഥവാ കിഴക്കേ സൈഡ്, ഈ കിഴക്കേ സൈഡിൽ 2.5 ഗോത്രത്തിന് അവകാശം കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് രൂബേന്യർക്കും, ഒന്ന് ഗാദ് ഗോത്രത്തിനും, പിന്നെ ഒരു മനശ്ശയുടെ പകുതി ഗോത്രത്തിനും. ഇങ്ങനെ 2.5 ഗോത്രത്തിന് യോർദാന്റെ കിഴക്ക് ഭാഗത്ത് കൊടുത്തു. ആർക്കൊക്കെയാണ് സാറേ? രൂബേന്യർക്കും, രൂബേൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിനും, ഗാദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിനും, മനശ്ശയുടെ പകുതിക്കും, പകുതി ഗോത്രത്തിന്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. നിങ്ങൾ ആ നമ്പർ നോക്കുക. അതായത് ഈ ഇതിന്റെ അതിനകത്ത് കിഴക്ക് വടക്ക് മാർക്ക് ചെയ്ത് കാണുന്നില്ലേ നിങ്ങൾക്ക്? ആ ഒരു ഇത് സൂചിക നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ ആ മാപ്പിനകത്ത്? അത് നേരെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വടക്ക്, അതിന്റെ ഓപ്പോസിറ്റ് തെക്ക്, റൈറ്റ് കിഴക്ക്, ലെഫ്റ്റ് പടിഞ്ഞാറ്. അപ്പൊ നിങ്ങൾക്ക് ആ ഭൂപ്രദേശത്തിന്റെ തെക്ക് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. മനസ്സിലായി. ഓക്കെ, അപ്പോ യോർദാന്റെ കിഴക്ക് എന്ന് പറയുന്നത് നമ്മൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ വലത് സൈഡിൽ, അതായത് യോർദാന്റെ വലത് സൈഡിൽ കാണുന്ന ഭാഗങ്ങള് കിഴക്ക് സൈഡാണ്. മനസ്സിലായി. ഓക്കെ, അവിടെയാണ് രൂബേൻ ഗോത്രത്തിനും ഗാദ് ഗോത്രത്തിനും അതുപോലെ തന്നെ മനശ്ശയുടെ പകുതി ഗോത്രത്തിനും കൂടെ അവകാശം കൊടുത്തത്. മോശെ മുഖാന്തരം അവരെ പെർമിഷൻ മേടിച്ചൊരു സ്ഥലമാണത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അഥവാ യോർദാന്റെ ഇങ്ങേ ഭാഗത്തേക്ക്, യോർദാൻ കടന്ന്, അഥവാ യോശുവ ഇവിടെ നേതൃത്വത്തിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാര് യോർദാന്റെ വെള്ളത്തിൽ ഉള്ളംകാല് ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയിട്ട് മാറി നിന്ന് അവിടെയുള്ള അവരൊക്കെ ആ യോർദാൻ കടന്ന് കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന യോർദാൻ നദിയാണ് നമ്മൾ ഇനി കാണുന്നത്. മനസ്സിലായി. ഓക്കെ, ആ യോർദാൻ നദി കടന്ന് കാണുന്ന ആ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. മെഡിറ്ററേനിയൻ കടലിന്റെ യോർദാന്റെ ഇടയിലുള്ള ഒരു ഭൂപ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ബാക്കി 9.5 ഗോത്രങ്ങൾക്ക് അവകാശം കൊടുക്കുന്നത്. ഇത് ഏതാ കാലഘട്ടം എന്ന് മനസ്സിലായോ? BC 1500 ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ്. അപ്പൊ ഇതില് ഓരോ ഗോത്രങ്ങളുടെ നമ്പറുകളാണ് ഈ ഭൂപ്രദേശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. പേര് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ പേര് നമുക്കിവിടെ ലിസ്റ്റിൽ നമുക്ക് കാണാം. ആ ലിസ്റ്റ് പ്രകാരം ഓരോ നമ്പർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ഏരിയകളും ഓരോ ഗോത്രത്തിന്റെ ഏരിയകളാണ്. അത് ഞാൻ പ്രത്യേകം കള്ളി തിരിച്ച് ഇതിനകത്ത് കൊടുത്തു എന്ന് മാത്രം. നമ്മുടെ ചിത്രത്തിനകത്ത്, നമ്മുടെ ഈ മൊബൈലിനകത്ത്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അതിനകത്ത് ഏകദേശം കള്ളി, അതിന് കൃത്യമായിട്ടുള്ള രൂപരേഖയല്ല, നമുക്കത് ഏകദേശം മനസ്സിലാവാൻ വേണ്ടി മാത്രം അതിൻ്റെ അത് ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചിത്രം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു ഭൂപ്രദേശം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുമ്പം ഇസ്രായേൽ ജനത്തിന് ഈ ഭൂപ്രദേശം പതിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവകാശമായിട്ട് കൊടുക്കുന്ന സമയത്ത് 12 ഗോത്രങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റു വ്യത്യസ്തമായ ചില സംഭവങ്ങൾ കൂടെ ദൈവം അവരോട് പറയുന്നുണ്ട്. ഈ 12 ഗോത്രത്തിനകത്ത് യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ വരുന്ന ലേവിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേവിയെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല. 12 ഗോത്രങ്ങളിൽ വരേണ്ട ഒരു ഗ്രൂപ്പായിരുന്നു ലേവി ഗോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഗോത്രത്തിലെ ലേവി ഇല്ല. ദൈവം ഇവർക്ക് ഈ ഭൂമി വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ദൈവം പ്രത്യേകിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇസ്രായേൽ ജനതയുടെ അല്ലെങ്കിൽ ഈ 12 ഗോത്രങ്ങൾക്കകത്ത് ലേവി ഗോത്രത്തിന് അവകാശം കൊടുക്കില്ല.
ലേവി ഗോത്രത്തിന് അവകാശം കൊടുക്കില്ല എന്ന് ദൈവം അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം ലേവി ഗോത്രത്തിന് അവിടെ അവകാശം കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ രണ്ട് ഭാഗത്തായിട്ട് അവർക്ക് അവരുടെ ഈ ലേവി ഗോത്രത്തിലുള്ളവരുടെ എന്താ പറയാ അവരുടെ മൃഗസമ്പത്തുകൾക്ക് മേയാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് പുൽപ്പുറങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തു. അത് അവർക്ക് അവകാശമായിട്ടല്ല കൊടുത്തത്, അവരുടെ മൃഗങ്ങളെ പരിപാലിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ദൈവം ഒരു പ്രത്യേക അനുവാദം കൊടുത്തു. ഇതിന്റെ ഇടയിലൊക്കെ അത് ഞാൻ ആ ലിസ്റ്റിനകത്ത് നമ്മുടെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണുന്ന സംഭവങ്ങൾ, മഞ്ഞ കളറില്ല, ലേവി പട്ടണങ്ങൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് ലേവി പട്ടണങ്ങള് വളരെ കൃത്യമായിട്ട് ഞാനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഞാൻ എപ്പോഴും തരാനുള്ള ശ്രമം നടത്താം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ലേവി ഗോത്രത്തിന് അവകാശം കൊടുത്തില്ല, പിന്നെ എന്ത് ചെയ്തു? മൃഗസമ്പത്തിന് മേയാനുള്ള അനുവാദം കൊടുത്തു. അത് നമ്മൾ ഈ ബൈബിളിലെ മേപ്പ് കാണുമ്പോ അത് ഏത് ഭാഗത്താ വരണേ? അതില് ഈ അതിനകത്ത് ഞാൻ ഒരു ചതുരക്കള്ളിക്കകത്ത് ഓരോ ഗോത്രങ്ങളും ഞാൻ ചെറിയ ചെറിയ ചതുരക്കള്ളിക്കകത്തോ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ലേവ്യ പട്ടണങ്ങൾ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് പലയിടത്തായിട്ട്. ശ്രദ്ധിച്ചോ? അതെ അതെ, അത് മാപ്പിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ബൈബിൾ എടുത്തിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ അവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ പ്രിന്റ് അതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ, പിന്നീട് നോക്കി മനസ്സിലാക്കാം. നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ലേവ്യ ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇസ്രായേൽ ഗണങ്ങളുടെ ഇടയിൽ അവരുടെ മൃഗങ്ങളെ പരിപാലിക്കാനും അതിന് തീറ്റ കൊടുക്കാനും ഒക്കെ ആയിട്ട് പുൽപ്പുറങ്ങളാണ് അനുവദിച്ചു കൊടുത്തത്, പട്ടണങ്ങളൊക്കെ ആയിട്ടാണ് അനുവദിച്ചു കൊടുത്തത്. അവർക്ക് അവിടെ അവകാശമൊന്നുമില്ല. കഴിഞ്ഞാൽ ദൈവം അതിന്റെ ഒരു ആത്മീകമായ വശം അവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ദൈവം അവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഭൂപ്രദേശത്ത് 3 ഭാഗങ്ങളിലായിട്ട് സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സങ്കേത നഗരങ്ങളായിട്ട് അവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ടാവും പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യ പുസ്തകം, ആവർത്തന പുസ്തകത്തൊക്കെ വായിക്കുമ്പോൾ സങ്കേത നഗരങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയായിരുന്നു സങ്കേത നഗരങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തതെന്ന് പറയാവോ? അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് അവിടെ ഓടിപ്പോയി രക്ഷപ്പെടാം. അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരേനെ കുറ്റം ചുമത്താൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ എന്തോ നിയമല്ലേ? ആ സങ്കേത നഗരത്തിൽ പോയിട്ട് അഭയം പ്രാപിക്കാം. ഇവിടെ അത് എന്താ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വിശാലമായ ഒരു സ്ഥലത്ത് അവർക്ക് കൊടുത്ത നിയമം അനുസരിച്ച്, അവർക്ക് കൊടുത്തുള്ള ന്യായപ്രമാണം അനുസരിച്ച് ഒരു വ്യക്തി അബദ്ധവശാൽ ആരെങ്കിലും കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ രക്തപ്രതികാരകൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പകരം ചോദിക്കുവാൻ വേണ്ടി വരുന്ന വ്യക്തി, ഈ കൊന്ന വ്യക്തി അബദ്ധവശാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവരുടെ ന്യായപ്രമാണത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ അബദ്ധവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവര് മരം മുറിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ആയുധം അവരുടെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് കൂടെയുള്ള ഒരു വ്യക്തി മരിച്ചുപോയി. പക്ഷെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു അടുത്ത ചാർച്ചക്കാരൻ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് കൊല്ലാൻ വേണ്ടി വരുമോ അല്ലെങ്കിൽ പ്രതികാരം ചോദിക്കുവാനോ വേണ്ടി വരുന്ന സമയത്ത് ഇദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് പറഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം അവിടെ ലഭിക്കുന്നില്ല. അതേസമയം ഇദ്ദേഹത്തിന് ഓടിപ്പോയി അവർക്ക് കൊടുത്തിട്ടുള്ള പൊതുവെയുള്ള ഒരു പ്രമാണം അനുസരിച്ച് ഈ സങ്കേത നഗരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ പട്ടണം അതിനു വേണ്ടി വേർതിരിച്ചു വെച്ച്, സങ്കേത നഗരം എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രത്യേകം വേർതിരിച്ചു വെച്ചിരിക്കുന്നതാ. അതും മനഃപൂർവ്വം കൊല ചെയ്യുന്നതിനല്ല, അബദ്ധവശാൽ സംഭവിച്ചതിനാണ് ഈ ഒരു സങ്കേത നഗരം ഉപയോഗിക്കുന്നത്. ബൈബിളിലെ ഒരു സിസ്റ്റമാണ് അത്. ബൈബിളിൽ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തുള്ള സിസ്റ്റമാണ്. ഇതാണ് പിന്നെ ആത്മീകവൽക്കരിച്ചുകൊണ്ട് കാൽവറി ക്രൂശിനെ അതിനെ താരതമ്യം ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പക്ഷെ ഒരു സംശയം, നമ്മൾ ഈ 12 ഗോത്രം ലിസ്റ്റ് കൊടുത്തിട്ടില്ലേ മുകളിലെ ബൈബിളിലെ പടത്തില്, അതിലെ ഈ ലേവ്യ ഗോത്രം ഏതാ? ലേവ്യ ഗോത്രം അതിനകത്തില്ല. ലേവ്യ ഗോത്രത്തിന് കൊടുക്കുന്നില്ല.
ഇല്ല, അതിന് പകരം വന്ന ഗോത്രം ഏതാ? പകരം യോസേഫിന്റെ 2 മക്കള് എഫ്രൈമും മനശ്ശയും. അതാണ് വന്ന് കയറി അല്ലേ? അതെ, അത് കാണാൻ പറ്റും. എഫ്രൈമും മനശ്ശയും യോസേഫിന് പകരം യോസേഫിന്റെ 2 മക്കളെയാണ് പരിഗണിക്കുന്നത്. യാക്കോബിന് എത്ര മക്കളാണെന്നറിയാവോ? 12 ആണോ? 12 ആൺമക്കളും ഒരു പെൺകുട്ടിയുണ്ട്. ദീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. അപ്പം ആ പെൺകൊച്ചിന്റെ കാര്യത്തെ കുറിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല. ഈ ആൺമക്കളുടെ കാര്യത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു സംശയം കൂടി, ഈ 12 ഗോത്രം തിരിച്ചു വന്നോ ഇസ്രായേലിക്ക്? ഇല്ല, വന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാറായിട്ടില്ല. എത്ര വന്ന തെളിവുണ്ടോ? അങ്ങനെയും പറയാറായിട്ടില്ല. നമുക്ക് അതിന്റെ കണക്കുകൾ അവർ പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിട്ടിട്ടില്ല? ഇല്ല. അവർക്ക് അറിയാലേ? അവരതിന്റെ കണക്കുകൾ സെൻസസ് ഒക്കെ എടുക്കുന്നല്ലേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും ആയിട്ടില്ല, അതിന്റെ സമയങ്ങൾ. അതാണ് ഞാൻ ഇതിന്റെ തുടക്കത്തില് അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായി കാണുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു ഭൂപ്രദേശത്തിന്റെ പഴക്കം അവരുടെ കൈയവകാശമായിട്ട് വന്നിട്ടുള്ളതിന്റെ ഏറ്റവും കുറഞ്ഞ പക്ഷം 3500 വർഷങ്ങളായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം എന്താ പറയാ, യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വളരെ വിലയിരുത്തി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവര് ഈ മിസ്രൈം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഈ ഭൂപ്രദേശത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഏത് ഭാഗം? ഓക്കെ, ഞാനത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ള പേജ്, അതായത് അബ്രഹാം പ്രയാണം ചെയ്ത ദേശങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതിന് തൊട്ട പേജ്. അതിന് തൊട്ട് മുമ്പുള്ള പേജ്, അത് ഫസ്റ്റ്, ഈ ഭൂപടങ്ങളുടെ ഫസ്റ്റ് പേജ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോ അതിന്റെ വടക്ക് ഭാഗം നമ്മുടെ നേരെ മുമ്പിലേക്ക് വെക്കുക. അതായത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റാവുന്ന പോലെ അത് തിരിച്ചു പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് ഇടത്തെ ഭാഗത്ത് കാണുന്ന ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ 12 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്ത ആ ഒരു മെഡിറ്ററേനിയൻ കടലിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? മനസ്സിലായോ? അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഭാഗമാണ് മിസ്രൈം എന്ന് പറയുന്നത്. കർമ്മേൽ പർവ്വതത്തിന്റെ താഴെ ഭാഗം സുക്കോത്ത് പറയുന്ന ഭാഗങ്ങൾ കണ്ടില്ലേ? സുക്കോത്ത് തൊട്ട് ഇടത്തെ സൈഡിൽ ഏകദേശം എൻഡിനോട് കൂടെ ചേർന്ന് കിടക്കുന്ന കുറച്ച് വരച്ചിട്ട് വര പോലെ വേര് പോലെ കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടോ? ആ ഒരു സീനായി പർവ്വതം അതൊക്കെയാണോ? ഈജിപ്ത് എന്ന് പറയുന്ന ഭാഗമാണ് അത്. ഈജിപ്ത്, മിസ്രൈം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്ന സംഭവങ്ങള്. ഓക്കെ, അപ്പോ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഹലോ കൊണ്ടുപോവാ ക്ലിയർ ആവുന്നില്ലേ? ഉണ്ട്. ആരോ അതിന്റെ ഇടയില് മ്യൂട്ട് ഓഫ് ആക്കിയതാണ് സംഭവം. ഓക്കെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഏരിയയുടെ വലത്തു ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പോ ഫ്രാത്ത് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സ്ഥലം കാണാം നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? ഫ്രാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ബാബിലോൺ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ഭാഗം ഫ്രാത്ത്. അതിന്റെ തൊട്ട് മുകളിൽ ആശുപത്രി കാണാം. ബാബിലോണിയുടെ തൊട്ട് മുകളില് കാണാൻ പറ്റും.
ഓക്കെ. ഈ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം മാറ്റി കൊടുത്തത്. പക്ഷെ ഇത് മുഴുവൻ അവരെടുത്തിട്ടില്ല. അവരുടെ കൈവശം ഇപ്പോഴും കിടക്കുന്ന ഒരു ചെറിയൊരു ഭാഗം, അതായത് നമ്മള് ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളെ കാണിക്കുന്ന ആ ഒരു ഭൂപ്രദേശം, ഇതിന്റെ തൊട്ട് കിടക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ നേരത്തെ പരിശോധിച്ചില്ലേ? ഹലോ, അതിന്റെ ആ ഭാഗത്തേക്കുള്ള ഭാഗങ്ങളൊന്നും ഇസ്രായേൽ ഇപ്പോഴും കൈവശപ്പെടുത്തിയിട്ടില്ല. അതായത് ഈ അബ്രഹാം മുഖാന്തരം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഭൂപ്രദേശത്തിന്റെ ഒരു അംശം മാത്രമാണ് അവരുടെ കൈവശപ്പുള്ളത്. അത് ഇസ്രായേൽ കനാൻ ദേശമായിട്ട് ദൈവം അവർക്ക് വിഭാഗിച്ചു കൊടുത്ത അതിരുകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അതിന്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ. ഒരു സെക്കൻഡ് നിർത്തണം. ഞാൻ ഈ ഭൂപ്രദേശം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു റെഫറൻസ് എടുത്തത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് അബ്രഹാം ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭൂപ്രദേശമാണ് ഇവിടെ മിസ്രൈം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതില്ലേ, മിസ്രൈം, ഈജിപ്റ്റ് അഥവാ മെഡിറ്ററേനിയൻ കടലിന്റെ നിങ്ങളെ ഈ മാപ്പിലേക്ക് വരണം. മെഡിറ്ററേനിയൻ കടലിന്റെ താഴെയുള്ള ഭാഗം മുതല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രാത്ത് നദി. മാപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇനി 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റെഫായിമ്യർ, അമ്മോര്യർ, കനാന്യർ, ഗിർഗസ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നോക്കുക, അപ്പൊ ഇത്രയും വിശാലമായ ഒരു പ്രദേശമാണ് ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ കൈവശം ഇപ്പോഴുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ 10-ലൊരു അംശം പോലും അവരുടെ കയ്യിൽ ഇപ്പോഴില്ല. അത്രയും ചുരുങ്ങിയൊരു സ്ഥലത്ത് അവർ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും. ഞാൻ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന എന്തുകൊണ്ടാണ് ബൈബിളിന്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏതൊരു വ്യക്തിയും വായിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ. അപ്പോൾ അമേരിക്കയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. നമ്മളെല്ലാം വാർത്തയിൽ കേൾക്കുന്നത് പോലെ തന്നെ ട്രംപും ഇലോൺ മസ്കും തമ്മിൽ വളരെ യോജിച്ചായിരുന്നു ഒരു രാഷ്ട്രീയ സംവിധാനം ഒരുക്കിയത്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ ഈ ചില ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്ത അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. ഇലോൺ മസ്ക് രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് വരുന്നു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കുന്നു. ഇനിയൊരു അധികാരത്തിലേക്ക് വരാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ സമയം മുന്നോട്ട് പോയി, ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞതിന്റെ കാര്യം, ഈ ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള നിലനിൽക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തി പഠിക്കുക, രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിനകത്തൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ അത്രയും ഭാഗം പറഞ്ഞത്, നമ്മുടെ സമയം, വിലപ്പെട്ട സമയം ഒത്തിരി നമുക്ക് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാര്യം, അത് 2-3 മിനിറ്റ് മുന്നോട്ട് പോയി, എന്നോട് ക്ഷമിക്കുക.
എന്റെ എന്താ പറയാ, എനിക്ക് വിശദീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. ഇനിയും നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലേക്ക്, മറ്റു ചരിത്ര പുസ്തകങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകാതെ നിവൃത്തിയില്ല. പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് അടുത്ത ആഴ്ച കൂടെ ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളെ കുറിച്ച്, ഇതിന്റെ അടുത്ത പോർഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.